ഊഞ്ഞാലില്ലാണ്ട് എന്തോണാഘോഷം അല്ലേ? ഊഞ്ഞാലിൽ നിന്ന് വീഴാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഒരുപാട് തവണ വീണിട്ടുണ്ട്. ഊഞ്ഞാലും ഊഞ്ഞാലിൽ നിന്ന് വീണ കൊച്ചോർമ്മകളുമായി കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. വെൽക്കം ടു ഹസ്നാസ് പാർക്ക് വൈബ്സ്. അന്നൊരു ഓണക്കാലമായിരുന്നു. ഞങ്ങളുടെ സ്ഥലം കന്യാകുമാരിയാ. അത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിന്റെ ഓണത്തിന്റെ വൈബ് ഒട്ടും കുറയ്ക്കാതെ അവിടെയും ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു. ഒരു മാവിൻ കൊമ്പിലായിരുന്നു അന്ന് ഊഞ്ഞാൽ കെട്ടിയിരുന്നത്. സീറ്റൊക്കെ നല്ല നാടൻ സ്റ്റൈൽ ഒലക്ക കൊണ്ടുള്ളത്. അപ്പൊ പിന്നെ വീഴാനും അടുത്തോട് നടന്നു പോകുന്നവരെ തട്ടിയിടാനും വളരെ എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഊഞ്ഞാൽ കയറാനായി ഓടി വരുമ്പോ എന്റെ ചേച്ചി ഊഞ്ഞാലിരിക്കുകയായിരുന്നു. കൊച്ചാപ്പയായിരുന്നു ഊഞ്ഞാൽ ആട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊച്ചാപ്പ ഊഞ്ഞാൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇടയിലൂടെ കയറാൻ ശ്രമിച്ചു എന്നാണ് എല്ലാവരും ഇപ്പൊ പറയുന്നത്. പക്ഷെ ഞാൻ ഇടയിലൂടെ ഒന്നുമല്ല കയറിയത്. നല്ല വൃത്തിക്ക് പിറകിലൂടെ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പോഴായിരുന്നു ആ ഊഞ്ഞാലിന്റെ ഒലക്ക എന്റെ തലയ്ക്ക് വന്നിടിച്ചത്. പിന്നെ പറയണോ, ഞാൻ കിടന്ന് ഉരുണ്ട് കരഞ്ഞ് ഒരു വഴിയായി. എല്ലാരും കരുതി ഇനി ഞാൻ ഊഞ്ഞാലിന്റെ പരിസരത്ത് പോലും വരില്ല എന്ന്. എവിടെ, ഞാനോ അടുത്ത നിമിഷം തന്നെ ഊഞ്ഞാൽ കയറിയിരുന്ന് ആടാനും തുടങ്ങി. ആ ഒലക്കയുടെ മൂടിനോട് മാത്രം എനിക്ക് ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നില്ലേ അന്നത്തെ കുട്ടിക്കാലം. വീണാലും വീണെടുത്ത് കിടന്നിരുന്നില്ല. കരയും, കുറച്ച് പൊടി തട്ടും, എണീക്കും, പിന്നെ വീണ്ടും കളിക്കും. പക്ഷെ ഇന്നോ, ജീവിതത്തിൽ ഒരു ചെറിയ ഡിസപ്പോയിന്റ്മെന്റ് വന്നാൽ പോലും, ഒരു കുഞ്ഞു പ്ലാൻ നടക്കാതെ പോയാൽ പോലും, ഒരാൾ നമ്മളെ നിരാശപ്പെടുത്തിയാൽ പോലും, ഇനി വേണ്ട, ഇത് നമുക്ക് ഒട്ടും ശരിയാവില്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് തീർമാനിക്കൂലേ. ഇനി തീർമാനിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ചിന്തയെങ്കിലും നമ്മളെ മനസ്സിലേക്ക് വരും. പക്ഷെ കുട്ടിക്കാലത്ത് ഈ ഊഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരുന്നില്ല. വീഴുന്നത് ഒരു പ്രശ്നേ അല്ല, വീണിടത്ത് തന്നെ കിടക്കുന്നതായിരുന്നു പ്രശ്നം. ഒരുപക്ഷെ അത് നമ്മൾ അറിയാതെ പഠിച്ച ആ ചെറിയൊരു സ്വഭാവം ഇന്ന് ഒന്നുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മൾ വീണിടത്ത് കിടക്കില്ല, വീണ്ടും എഴുന്നേൽക്കും. ഇനി എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേൽക്കാനെങ്കിലും ശ്രമിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ഊഞ്ഞാൽ വിശേഷങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. ഇതുപോലുള്ള കുഞ്ഞു ചിന്തകളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഇസ് ഹസ്നാസ് പാർക്ക് വൈബ്സ്. ചെറിയ ചിന്തകൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.